ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് സ്ഥലം കോൺക്രീറ്റ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ കയ്യിലുള്ള സിമെൻറ്റ് എത്രയ്ക്കുള്ളൂ? ഒരു 10 കിലോ സിമെൻറ്റ്. അത് പപ്പ കുറച്ച് മണ്ണ് റോട്ടി നിർത്തി വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങളിവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, കുറേ ദിവസമായി ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ ബൈക്ക് കയറ്റുമ്പോൾ എപ്പോഴും എൻ്റെ ബുള്ളറ്റിൻ്റെ അടിഭാഗം തട്ടുക, അവിടെ മണ്ണ് പോയോട് കൂടിയിട്ട്. അപ്പോൾ കുറേ ദിവസം മുമ്പ് ഞാൻ സിമെൻറ്റ് മേടിച്ച് വെച്ചതായിരുന്നു. അതിന് സമയം കിട്ടിയിട്ടില്ല കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. കോൺക്രീറ്റ് ചെയ്യാനുള്ള കല്ലും പിന്നെ പൂഴി ഞങ്ങൾ റോട്ടിൽ നിന്ന് തന്നെ എടുത്തത്. പുറമെന്ന് മീൻസ് മേടിക്കൊന്നും ചെയ്തിട്ടില്ല, സിമെൻറ്റ് മാത്രമേ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് മാത്രമായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ആകെ പൊട്ടി പൊളിഞ്ഞെടുക്കുമായിരുന്നു. കുറേ വെച്ചാൽ ഞങ്ങളുടെ ഗേറ്റ് സ്ലൈഡിങ് ആയ കാരണം കൊണ്ട് ആ ഇരുമ്പ് കാരണം ഭാഗത്ത് വരെ എപ്പോഴും അടഞ്ഞിരിക്കുമായിരിക്കും. ഈ ഗേറ്റ് മാത്രമേ തുറക്കുള്ളൂ. ആ കാരണം കൊണ്ട് അതുകൂടെ ഇങ്ങനെ ബൈക്ക് കയറ്റി അവിടെയാണ് കൂടുതൽ പൊട്ടി പൊളിഞ്ഞത്. ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഗേറ്റ് ഫുള്ള് തുറന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് കൂടെ എൻ്റെ ബുള്ളറ്റ് കയറുമ്പോൾ ഒക്കെ അടിക്കുക. എന്നുവെച്ചാൽ ഈ റോഡ് താന്ന് മണ്ണ് പൊലിച്ച് പോയി കാരണം കൊണ്ട് കയറുമ്പോൾ അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഭാഗം ഇരുമ്പിൻ്റെ അടിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്വയം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലോക്കലായിട്ട് ചെയ്താൽ കുറേ മണ്ണും പുറത്തുനിന്നൊക്കെ എടുത്തിട്ട് കുറച്ച് സിമെൻറ്റും പൂഴിയും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചുമ്മാ ഇട്ട് നോക്കണമെന്ന് മാത്രമേ, എത്രമാത്രം ഉറപ്പുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ, എൻ്റെ പപ്പ, എൻ്റെ 2 മക്കൾ, മമ്മി എല്ലാവരും കൂടിയിട്ട് കോൺക്രീറ്റിങ് അതിമനോഹരമായിട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ചാക്കിൽ കോൺക്രീറ്റ് കൂട്ടിയത്, മണ്ണിലൊന്നും കൂട്ടിയില്ല. അപ്പോൾ മിക്സ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. കൈക്കോട്ടുകൊണ്ട് മിക്സ് ചെയ്യാണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുമ്പോൾ മറ്റേ കോൺക്രീറ്റ് മെഷീനിലിട്ട് മിക്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു പടവ് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു 5 കിലോനും അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലിട്ട് രണ്ടാമത് വേറെ മിക്സ് ചെയ്തു. രണ്ടാമത് മിക്സ് ചെയ്തത് ഞങ്ങൾ ആ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റിൻ്റെ അവിടെ ഇട്ടു. എന്നുവെച്ചാൽ ഈ ഭാഗത്ത് ടയർ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗം ആ ഇരുമ്പിൻ്റെ റോഡും അടിക്കുക, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഇവിടെയും കുറച്ച് മണ്ണ് മാന്തിയിട്ട് അവിടെ ഇട്ടു. ഈ കോൺക്രീറ്റ് പണിക്കാർ സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഈ പകുതി പണിയെടുക്കുമ്പോഴേക്കും കിതപ്പൊക്കെ വന്നു തുടങ്ങി. എന്നുവെച്ചാൽ പണിയെടുക്കുമ്പോൾ ഒരു കിതപ്പേ, അതെൻ്റെ പോലത്തെ മടിയന്മാർക്ക് എല്ലാവർക്കും ഇതുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു, കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് അതിന് വണ്ടി കയറുമ്പോൾ തട്ടാൻ പാടില്ലല്ലോ, ഞാൻ തന്നെയുള്ളൂ, പപ്പിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് പൂർത്തീകരിച്ചു. അങ്ങനെ ഓരോ കോൺക്രീറ്റിങ്ങും കഴിയുമ്പോൾ വീണ്ടും അടുത്തടുത്തെടുത്തു. അങ്ങനെ പതുക്കെ ചെറിയ രീതിയിലാണ് ഞങ്ങൾ കോൺക്രീറ്റിങ് ചെയ്തോളൂ കേട്ടോ. എന്നാലും നമുക്കത് അനായാസം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പണിക്കാർ ചെയ്യുന്ന പോലെ കുന്നുകൂടി മണ്ണും സിമെൻറ്റും കോൺക്രീറ്റിങ് ഇട്ട് വലിച്ച് മിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാത്ത കാരണം കൊണ്ട് ചെറിയ രീതിയിൽ ചെറുവകയായിട്ടാണ് ഞങ്ങൾ ആ കോൺക്രീറ്റിങ് മുഴുവനാക്കിയത്. പിന്നെ ഈ കോൺക്രീറ്റ് ഞാനും പപ്പിയും ഈ ചാക്കിൽ പിടിച്ചിട്ട് ഈ പൈപ്പിൽ കൊണ്ട് ഒഴിക്കില്ല, അതുപോലെ ചാക്കിൽ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സ്പീഡിൽ കഴിഞ്ഞ പോലെ. അല്ലെങ്കിൽ ഓരോ കൊള്ളാര കൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഇടല്ല വേണ്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നി. അപ്പം ഇതുപോലെ തന്നെ ചെയ്തപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ ഈ കോൺക്രീറ്റിംഗ് വർക്ക് കഴിഞ്ഞു. ഇതൊക്കെ കൈക്കോട്ടുകൊണ്ട് നമ്മർത്തി കുത്തി ഒരു സ്ലോപ്പൊക്കെ ആക്കി. അപ്പോൾ കൊളരോണ്ട് ചെയ്ത് കുമ്പിട്ട് ചെയ്യേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. ഈ കൈക്കോട്ടുകൊണ്ട് കുത്തുമ്പോൾ നല്ല ബലത്തിൽ അത് നല്ല സ്ലോപ്പായിട്ട് കിട്ടിയപ്പോൾ ഒരു അടിപൊളി, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തതിനൊക്കെ നല്ല രീതിയിൽ അനായാസം നമുക്ക് ഈ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.